25 ലക്ഷം വിദ്യാർത്ഥികളാണ് 2024 നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആകെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് 1,09,145 സീറ്റാണ്. അപ്പോൾ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും 24 ലക്ഷം വിദ്യാർത്ഥികൾക്ക് നീറ്റിൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ രണ്ട് കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അവൈലബിളായ സീറ്റ് എന്ന് പറഞ്ഞാൽ 1,09,000 അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഏകദേശം 25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അധികം വിദ്യാർത്ഥികൾ നീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, 1,15,000 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷത്തെ 2023 നീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് അവൈലബിൾ ആയിട്ട് സീറ്റ് എന്ന് പറയുമ്പോൾ 4,600ഓളം സീറ്റ് മാത്രമാണ്. വലിയ ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട് റിയാലിറ്റിയും ഡ്രീമും തമ്മിൽ. ഇത് കേരളത്തിലും ഇന്ത്യയിലും ഇത്ര വലിയൊരു ഗ്യാപ്പ് നിലനിൽക്കെ ബാക്കി നഷ്ടപ്പെട്ടവർ, കിട്ടാതെ പോയവർ എന്താ ചെയ്യാന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. സാധാരണ രീതിയിൽ അവരുടെ മുന്നിലുള്ളത് 2-3 ഓപ്ഷൻസാണ്. ഇപ്പോൾ മെഡിക്കൽ സ്ട്രീമിൽ തന്നെ മറ്റു കോഴ്സുകളിലേക്ക്, ഡെൻ്റൽ സ്ട്രീമിലേക്കോ ആയുർവേദിക്കിലേക്കോ ഹോമിയോയിലേക്കൊക്കെ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും അതൊരു നല്ലൊരു തീരുമാനമാവണമെന്നില്ല. അങ്ങനത്തെ ഒരു കോംപ്രമൈസിങ് ആയിട്ടുള്ള തീരുമാനമാവാനിടയുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാനുണ്ട് ചാൻസ് ഉണ്ട്, അവർ റിപ്പീറ്റിന് പോകും. നീറ്റിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മാർക്ക് കിട്ടുക എന്നുള്ളൊരു പർപ്പസോട് കൂടിയിട്ട് അവർ നീറ്റിന് റിപ്പീറ്റ് പോകുന്നുണ്ട്. പല വിദ്യാർത്ഥികളും ഓൾറെഡി റിപ്പീറ്റ് ചെയ്തവരാണ്, അവർ റിപ്പീറ്റിന് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഒന്നും പറ്റാത്ത ചില വിദ്യാർത്ഥികൾ ഈ കോഴ്സ് തന്നെ വേണ്ടെന്ന് വിചാരിച്ച് അവരാഗ്രഹിക്കാത്ത ഒരു കരിയറിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോഴും ബാക്കി വരുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, MBBS കോഴ്സ് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പാഷനേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. അത്തരം വിദ്യാർത്ഥികൾ പലപ്പോഴും വിദേശം തിരഞ്ഞെടുക്കാറുണ്ട്. വിദേശത്തിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഒരു കറൻറ്റ് സിനാരിയോ നമ്മൾ വിദേശം തിരഞ്ഞെടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും മനസ്സിലാക്കേണ്ടതാണ്. മറ്റ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു MBA ആണെങ്കിലും BTech ആണെങ്കിലും മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ ആണെങ്കിൽ തന്നെ വിദേശത്ത് പോകാന്നുള്ളത് അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ ഒരു പ്രിയോറിറ്റി കിട്ടാൻ അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കാരണമാവുന്നുണ്ട്. MBBSൻ്റെ കാര്യത്തിൽ വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് MBBS വിദേശത്ത് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കിടയിലുള്ളത്. കാരണം നമ്മുടെ ഗവൺമെൻറ് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ IMA ഒക്കെ ആണെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഈ വിദേശത്ത് പോകുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം MBBS വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി വളരെ കൃത്യമായിട്ട് ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഡ്രീം കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ മനസ്സിലാക്കലുകൾ, ഒരു 0% കോംപ്രമൈസ് എന്നുള്ള കാര്യത്തിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് നിർബന്ധമാണ്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ഫുഡിനെ കുറിച്ച് കോൺഷ്യസ് ആവാറുണ്ട്, അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് കോൺഷ്യസ് ആവാറുണ്ട്. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടും. ഭക്ഷണം കാലാവസ്ഥ സിമ്പിളല്ല, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ട്. നമുക്കൊരു നോ കോംപ്രമൈസ് എന്നുള്ള കാര്യത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് FMGയുടെ റിസൾട്ടാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, തിരിച്ചു വന്നിട്ട് വിദ്യാർത്ഥി ഇവിടുത്തെ എക്സാം എഴുതിയാൽ മാത്രമാണ് നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. പല യൂണിവേഴ്സിറ്റികളിലും കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടോ 8 വർഷമായിട്ടുള്ള അവരുടെ FMGയുടെ പാസിംഗ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസായിട്ട് നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഏകദേശം എത്രത്തോളം പാസിംഗ് റേഷ്യോ ഉണ്ടെന്നുള്ളതും അവരുടെ ക്വാളിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ FMGയുടെ പാസിംഗ് റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ സെലക്ട് ചെയ്യുന്നത് പല റീലുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള പല ആകർഷണങ്ങളും കണ്ടിട്ടാണ് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കേരളത്തിനകത്തും നമ്മളൊരു യൂണിവേഴ്സിറ്റി കോളേജൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഈ പാസിംഗ് റേഷ്യോ തന്നെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ FMG പാസിംഗ് റേഷ്യോ ആണ് ഏറ്റവും ആദ്യം നോക്കേണ്ട പോയിന്റ് എന്നുള്ളതാണ് ഏതൊരു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും പറയാൻ കഴിയുന്നുണ്ടാവുക. രണ്ടാമത്തെ കാര്യം NMC ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. NMC ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് NMC ഗൈഡ് ലൈൻസ് എന്താണെന്നും അത് എന്തിനാണെന്നും പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് 54 മാസത്തെ കോഴ്സ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്, ലാംഗ്വേജ് ഇംഗ്ലീഷ് മീഡിയം ആവണമെന്ന് പറയുന്നുണ്ട്, ട്രാൻസ്ഫർ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ആ NMCയുടെ ഗൈഡ് ലൈൻസ് കൂടെ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടത് ഓരോ വിദ്യാർത്ഥിക്കും, ഇത് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റിയാണ്. ഇത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിൽ പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളും പല ഏജൻസികളും സെല്ല് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി റാങ്കിങ് നോക്കിയിട്ടും പറഞ്ഞിട്ടുമാണ്. പക്ഷേ നമ്മൾ പോകുന്ന കോഴ്സിന് തന്നെയാണോ ഈ റാങ്കിങ് എന്നുള്ളത് നോക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്കുണ്ടാവണം.
ഇപ്പോൾ 160ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ 200ാമത്തെ റാങ്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റികൾക്കും മെഡിക്കൽ പ്രോഗ്രാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റു കോഴ്സുകൾക്ക് ഉണ്ടായിരുന്ന റാങ്കിനെയാണ് നമ്മൾ വിശ്വസിച്ചത്. അപ്പോൾ റാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് QS വേൾഡ് റാങ്കിങ് ഉണ്ട്, അതുപോലെ ടൈംസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് ഉണ്ട്. ഇത്തരത്തിലുള്ള ലോകത്ത് എല്ലാവരും നോക്കുന്ന ഈ ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിലും ഇന്ത്യയിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എപ്പോഴും പറയാറുള്ളത് ഈ QS വേൾഡ് റാങ്കിങ് ആണ്. അപ്പോൾ ഈ റാങ്കിങ് തന്നെ നോക്കുന്നതായിരിക്കും നിങ്ങൾക്കും നന്നാവുക. പിന്നെ നീറ്റ് ക്വാളിഫൈഡ് ആവണം എന്നുള്ളതാണ്. നീറ്റ് ക്വാളിഫൈഡ് ആവാതെ പോകാൻ കഴിയുമോ, നീറ്റ് ക്വാളിഫൈഡ് നിർബന്ധമാണോ, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. നീറ്റ് ക്വാളിഫൈഡ് ആയാതെയും നിങ്ങൾക്ക് വിദേശത്ത് പോകാം. പക്ഷേ തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും വിദേശത്തെ യൂണിവേഴ്സിറ്റികൾക്ക് നീറ്റ് ക്വാളിഫൈ ആവുക എന്നുള്ളത് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പോൾ നമുക്ക് പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ റീസെൻ്റ്ലി പല രാജ്യങ്ങളിലും വിസയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻ്റ് എന്നുള്ളത് നീറ്റ് ക്വാളിഫൈ ആയ പേപ്പർ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വിസ റിജക്ഷൻ വരുന്നുണ്ട്. ഈ വിസ റിജക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു പക്ഷേ പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നുണ്ട്. അപ്പോഴും പല രാജ്യങ്ങളിലേക്കും നീറ്റ് ഇല്ലാതെ പോകാൻ പറ്റുന്ന രാജ്യങ്ങളും നിലവിലുണ്ട്. അപ്പോൾ നീറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയുടെ ആവശ്യമാണ്, ഒരിക്കലും യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തത് WDMSൻ്റെ വെബ്സൈറ്റിൽ മെഡിക്കൽ ഡയറക്ടറിയിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കണം. അവരുടെ സ്പോൺസർ നോട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമുക്കൊരു പ്ലാൻ B കൂടെ കാണണം. ഇൻ കേസ് നമുക്ക് FMG കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ FMG എഴുതാൻ പറ്റിയില്ലെങ്കിലോ ഒക്കെ നമ്മുടെ ആകെയുള്ള പ്രതീക്ഷ വിദേശത്തൊക്കെ പോയി ഡോക്ടറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഈ WDMSൻ്റെ വെബ്സൈറ്റിലെ സ്പോൺസർ നോട്ടിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ പേരുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു കോംപ്രമൈസ് നമ്മൾ ഒരിക്കലും പാടില്ല. കാരണം പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിൽ പറ്റുന്നുണ്ട്, നിങ്ങളെന്തിനാ മറ്റു രാജ്യങ്ങളെക്കുറിച്ചിട്ട് ബോധേയരാവണമെന്ന് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. നമുക്ക് ഇതൊരു റിസ്കി ഡിസിഷനാണ്, ഇതൊരു ഐഡിയൽ ഡിസിഷൻ അല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഡ്രീമിൻ്റെ പേരിലാണ് വിദേശത്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ B ഉണ്ടാവണം. പ്ലാൻ Bക്കൊരു പ്ലാൻ Cയും കൂടെ ഉണ്ടാവുന്നത് ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മറ്റൊരു പ്രധാന കാര്യം, വിദേശത്തെ MBBSൻ്റെ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റോ സിസ്റ്റമോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് വ്യത്യസ്തമായ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ട് ഒരുപാട് പേയ്മെൻറ്റ് ഫോറിൻ കൺട്രികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നിലവിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത പല വിദ്യാർത്ഥികളുടെ ക്വാളിറ്റിയിൽ വലിയ കൺസേൺ ഉണ്ട്. 2-3 വർഷം മാത്രം ഇത്തരം രാജ്യങ്ങളിൽ നിന്നിട്ട് നമ്മുടെ കേരള മെഡിക്കൽ കൗൺസിലിലൊക്കെ രജിസ്ട്രേഷന് വന്ന ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അവരുടെ പാസ്പോർട്ടൊക്കെ നോക്കിയപ്പോൾ ആ രാജ്യത്ത് അവർ കേവലം 3 വർഷം മാത്രം നിന്നിട്ടുള്ളൂ. അത്രയും കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇല്ലാതെ യാതൊരു ചെക്കിംഗ് ഇല്ലാതെ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളും ഇതൊരു കാരണമായിട്ടുണ്ട്. അതുപോലെ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും ഇതിന് പുറകിലുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന തീരുമാനം വളരെ ശരിയായ തീരുമാനമാവണമെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായ റിസർച്ച് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും പാരൻ്റ് ആണെങ്കിലും നടത്താം. ഒരു കാരണവശാലും ട്രെൻഡിന് പുറകെ പോകാനുള്ളതല്ല. നേരത്തെയുള്ള പല വിദ്യാർത്ഥികളും പല രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടുണ്ട്. ആ കാലം വേറെയായിരുന്നു, നിയമങ്ങൾ മറ്റൊന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാണ്. യാതൊരു ലൂപ്പ് ഹോളുകൾക്കും ഒരു പഴുതില്ലാത്ത വിധമാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ലൊരു സൂക്ഷ്മത ഈ ഒരു ഡിസിഷൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വളരെ നിങ്ങളുടെ പണവും സമയവും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് കൃത്യമായ തീരുമാനമാണോ എന്നുള്ളത് ഒരു ആത്മപരിശോധന ഓരോ വിദ്യാർത്ഥിയും ഓരോ പാരൻറ്റും ചെയ്യേണ്ടതുണ്ട്. വളരെ ഒരു ഐഡിയൽ ഡിസിഷനാക്കി ഇതിനെ മാറ്റാൻ പറ്റും. അത് ഇനീഷ്യൽ ലെവലുള്ള നിങ്ങളുടെ റിസർച്ചുകളൊക്കെയാണ് അതിനെ നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് കേരളത്തിലുടനീളം വിദേശത്ത് വന്ന് പ്രാക്ടീസ് ചെയ്ത് ഡോക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വിദേശ മെഡിക്കൽ പഠനവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.